സോ ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പം എന്താ പറയുക, ലാസ്റ്റ് വീഡിയോയുടെ റെസ്പോൺസ് ഉണ്ടെങ്കിൽ ഞാൻ ഞെട്ടി. കാരണം ഞാൻ എക്സ്പെക്ട് ചെയ്തതെന്ന് പറയുമ്പോൾ ഫുൾ നെഗറ്റീവ് കമൻസ് ആണ്. ബട്ട് നിങ്ങളെന്നെ ഞെട്ടിച്ചു. ഫുൾ എന്താ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റോടെ എല്ലാവരും അതിനകത്ത് കമൻറ്റ് ഇട്ടുള്ളൂ. സോ താങ്ക് യു. അതിനകത്ത് എല്ലാവരും എന്താ പറയുക, അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് അല്ലെങ്കിൽ എന്താ എല്ലാവരും മനസ്സിലാക്കിയതിന് വളരെയധികം നന്ദിയുണ്ട്. സോ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ സെയിം കോഴിക്കോട് തന്നെ കുറേ ആൾക്കാർ ഞാൻ ഇവിടെ ലൈവിടപ്പോൾ എല്ലാവരും പറയാറുണ്ട്, ചേച്ചി ഇന്ന വീട്ടിൽ പോയി, ഇന്ന വീടുകൾ അടച്ചുകിടക്കുന്ന വീട്ടിലൊക്കെ പോയി നോക്കുന്നൊക്കെ പറയും. അങ്ങനെ പോയി അടുത്ത് ഞാൻ ഒരു 2 വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റത്തെ വീടിൻ്റെ കുറച്ച് വീഡിയോസ് ഞാൻ ഇടാം ഇവിടെ. അപ്പം അവിടുത്തെ വിശേഷങ്ങളായിരിക്കും ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. ഓക്കെ, സോ വൺസ് അഗെയിൻ എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. സോ ഞാൻ ഫസ്റ്റ് മുതൽ പറയാം. അപ്പം അതിനു മുമ്പ് എനിക്ക് പറയേണ്ടതെന്ന് പറയുമ്പോൾ ഇനി ആരെയും കമൻറ്റ് ഇടല് ഈ ഔട്ട്ഫിറ്റിനെ കുറിച്ച്. കാരണം ഞാൻ ഇന്ന് എന്താ രാവിലെ കുറച്ച് വീഡിയോസിന് വേണ്ടി എടുത്തിട്ടാണ്. ബട്ട് എന്താ വേറെ എനിക്കിനി ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വേറെ ഇനി ഔട്ട്ഫിറ്റ് ഇടാനായിട്ട് വേറെ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. സോ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ടിങ് മുതൽ പറയാം. സോ തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കോഴിക്കോട് പോയി. മറ്റ് സംഭവത്തിന് മുമ്പാണ് കേട്ടോ, ഞാൻ ലാസ്റ്റ് ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിന് തൊട്ട് മുമ്പേ അന്നാണോ നടന്ന രാവിലെ, അന്ന് മോർണിംഗ് നടന്നതാണ് കേട്ടോ. സോ അന്ന് മോർണിംഗ് നടന്നൊരു സംഭവമാണ് ഞാൻ ഷെയർ ചെയ്യാൻ പോണത്. ആ ലാസ്റ്റ് സംഭവം ഞാൻ പറഞ്ഞില്ലേ സെമിത്തേരി പോയി എന്നുള്ള, അന്ന് മോർണിംഗ് നമ്മൾ കുറച്ച് ലൈക്ക് 2 വീട് വിസിറ്റ് ചെയ്തായിരുന്നു. അതിൻ്റെ സോ വീട് പറയുന്നത് ഓക്കെ. അപ്പോൾ അന്ന് നമ്മളൊരിടത്ത് പോവുമായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം എനിക്ക് മൈൻഡിലുണ്ടായിരുന്നു. കാരണം കുറേ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോ എല്ലാത്തിനും. കാരണം ഈ കൊറോണ എൻ്റെ അടുത്ത് ഒന്ന് പറയണേ, ചേച്ചി സെമിത്തേരി പോയി ലൈവ്, ചേച്ചി ഇങ്ങനത്തെ വീടുകൾ പോയിട്ടുണ്ട്. എനിക്ക് ഓരോന്നും പറഞ്ഞ് എനിക്കുള്ള എല്ലാ വള്ളിയും കൂടെ ഈ നാട്ടിൽ കിടക്കുന്ന വള്ളിയെല്ലാം എൻ്റെ വീട്ടിലുണ്ട് ഇപ്പം. അപ്പോൾ അങ്ങനെ ഒരിടത്ത് ഇങ്ങനെ എന്തോ ഇത് ഇങ്ങനെ വീട് നോക്കാനായിട്ട് പോയതല്ല, ഈ സംഭവം മൈൻഡിലുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഇന്ന് കറങ്ങാൻ എന്തോ പോയത്. ആ ടൈമിൽ ഈ ഒരു സംഭവം കണ്ട് വീടുണ്ടപ്പം ആദ്യം എൻ്റെ ഫ്രണ്ടിൽ നിർത്തിയായിരുന്നു വീടിൻ്റെ. അപ്പോൾ എനിക്കെന്താ കണ്ടപ്പോഴേ ഒരു ഹൊറർ അല്ലെങ്കിൽ എന്താ ഒരു സ്കേറി വൈബ്, ഈ അടച്ചുപൂട്ടിയ വീടിൻ്റെ ഒരു എന്താ ഒരു പ്രത്യേക ഒരു വൈബ്, എനിക്കറിയത്തില്ല സംഭവം. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയാം, വേണ്ട നമുക്ക് പോവാം, എവിടെ ഇറങ്ങണ്ട നിൽക്കണ്ട പോവാം. എൻ്റെ അടുത്ത് പറയുമ്പോൾ പോയി നോക്കിയിട്ടോ പോയി. ഞാൻ പറയും ഇല്ല. കാരണം ഒന്നാമത്തേക്ക് നമുക്ക് പറയാൻ പറ്റത്തില്ല, അടച്ചുപൂട്ടി കിടക്കുന്ന വീട്ടിൽ പലതും കാണും. ലൈക്ക് ആൾക്കാരെന്താ അവിടെ ആൾതാമസം ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ആരെങ്കിലും അവിടെ കയറി താമസിക്കുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് അകത്ത് വരുമ്പോൾ അവർ എന്തെങ്കിലും അവർ പേടിച്ചിട്ടല്ലോ നമ്മൾ ഉപദ്രവിക്കുക എന്തെങ്കിലും വന്നാൽ വെളിയിൽ ആളും ഇല്ല. അപ്പം അവിടെ നിന്ന് വിളിച്ചു പോയാൽ പോലും ആരും അറിയത്തില്ല. അപ്പോൾ ഞാൻ പറയും വേണ്ട പോകണ്ടെന്ന് പറയും. അങ്ങനെ നമ്മളെന്താ ഒരു റൗണ്ട് കറങ്ങിയിട്ട് വന്നപ്പോൾ പിന്നെ 2 പേരെ കിട്ടി. അവരെ പിടിച്ച് പിന്നെ വെളിയിൽ നിർത്തിയിട്ടാണ് നമ്മൾ കയറിയെന്ന് പറയുമ്പോൾ അകത്തോട്ട് കയറിയിട്ടില്ല, മനസ്സിലാക്കി വെളിയിലൊന്ന് ചുറ്റി, മൊത്തം ചുറ്റി, നമ്മൾ വെളിയിലൊന്നും ചുറ്റി ഫുള്ള് വീഡിയോ എടുത്തിട്ട്. അപ്പം അതിൻ്റെ ക്ലിപ്പ് ഞാൻ ഒന്നുകിൽ എവിടെയെങ്കിലും ഞാൻ ആഡ് ചെയ്തേക്കാം. ഐ വിൽ ആഡ് ഇറ്റ് ഹിയർ. ഓക്കെ, സോ ഫുള്ള് നമ്മൾ വീടിന് ചുറ്റും നമ്മൾ ചുറ്റി. പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഫുള്ള് ഡോറ് ജനലെല്ലാം തുറന്നെടുക്കുന്നത്. പിന്നെ സൈഡിൽ കുപ്പിയൊക്കെ ഉണ്ട്. അപ്പം നൈറ്റ് വല്ലതും എന്താ വെള്ളം അടിക്കാനൊക്കെ ആൾക്കാരെ പോകുമായിരിക്കും. അപ്പം ഞാൻ അത്രയ്ക്ക് സീനൊന്നും ഇല്ലെന്ന് പറഞ്ഞ് നോക്കി ആദ്യം ഞാൻ ജനലിനകത്തൂടെ ഫോണിട്ട് നോക്കിയ ടൈമിൽ ഞാൻ ഒരു ഷാഡോ കണ്ടായിരുന്നു ബ്ലാക്ക്. പെട്ടെന്ന് അത് പോവുകയും ചെയ്ത്. പെട്ടെന്ന് ഞാൻ ജനൽ തുറന്ന് നോക്കിയപ്പോൾ വീഡിയോ ഓൺ ആയോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത്
പാറ്റാണ്. നോക്ക് ഇങ്ങനെ പിടിച്ചു തരാം. ഇത് ഇവിടുത്തെ ഫ്രണ്ടിൽ കിടക്കുന്ന കസേര. ഇത് പക്ഷെ നേരത്തെ ചരിഞ്ഞാ കിടന്നത്. തുറന്നതും ആ ഫുൾ ഇരുട്ടായിരുന്നു അകത്ത്. അപ്പം പെട്ടെന്ന് വിൻഡോ തുറന്നതും അതിനകത്തൊരു ഷാഡോ ഞാൻ കണ്ടു. പെട്ടെന്ന് അത് പോവുകയും ചെയ്തു. അപ്പം ഞാൻ അധികം കാര്യമാക്കി അങ്ങ് എടുത്തില്ല. ഞാൻ ഇങ്ങനെ എന്നിട്ട് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടുപോകുന്ന എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ആരും കാര്യമൊക്കെ എടുത്തില്ല. പിന്നെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് തന്നെ ഇരുന്നു. കാരണം ഇപ്പം എന്താ ഇപ്പം ആഡ് ചെയ്യാൻ പോലും ക്ലിപ്സ് വേണം വീഡിയോയ്ക്കകത്ത്. പിന്നെ കുറേ നാൾ പറയും ചേച്ചി വീഡിയോ എടുക്കുക, വീഡിയോ ഇടുക എന്ന് ചോദിച്ചുകൊണ്ട് വരും. കാരണം എനിക്ക് കുറേ പേര് എന്താ എന്നിലിപ്പം ഞാനായിട്ട് ഇപ്പോൾ കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന ലൈവ് ഇടുന്ന കാരണം കുറേ ആൾക്കാരെ എനിക്ക് അറിയാം. അപ്പം അവർ എന്നിട്ട് ചേച്ചി ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക ഞാൻ ഇങ്ങനെ ചോദിക്കുക, ഐഡിയാസ് ചോദിക്കുക. അപ്പോൾ അവർ ഇങ്ങനെ നോക്കുക അങ്ങനെ നോക്കുന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഞാൻ ചെയ്യുന്ന ഇതൊക്കെ. അപ്പം ആ സെമിത്തേരി പോയത് പോലും ആ ഒരു മൈൻഡില്ല ആദ്യം പോയത്. പിന്നെ അതിന് ശേഷം എനിക്ക് പോകണമെന്നില്ലായിരുന്നു. പിന്നെ നിർബന്ധിച്ച് അങ്ങോട്ട് പോയി പള്ളിയെടുത്തത്. അപ്പോൾ അതിങ്ങ് വിടും. അപ്പം ഇത് നോക്കി ആദ്യം ഒരു വിൻഡോ തുറന്ന് നോക്കി. അതിന് ശേഷം പിന്നെ അത് ചുറ്റും നടന്ന് നോക്കി. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് വരാന്തയിൽ വരാന്തയിൽ നിന്നപ്പം ലൈക്ക് എന്താ പറയുക, വരാന്തയുടെ ഫ്രണ്ടിലൊരു സോഫയുടെ ഒരു ഭാഗം കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു സിറ്റ് ഔട്ടിനകത്ത് ഇങ്ങനെ സോഫയെന്നായിരിക്കുമ്പോൾ ആ സോഫയെന്നാണ് പറയുന്നത്. ചെയർ കാണിച്ചു തരാം. അതിനകത്ത് ചെയർ കിടപ്പുണ്ട്. ആ ചെയറിൽ കാണുമ്പം തന്നെ ആരോ യൂസ് ചെയ്തിട്ടുള്ള ലൈക്ക് ആ വീട്ടിലെന്തോ ഒരു ഗാംഭീര്യമുള്ള ഏതൊരു എന്താ ഒരു മുസ്ലിം ടച്ച് എനിക്കത് തോന്നിയിട്ടുണ്ട് ആ ഒരു വീട് കണ്ടപ്പം. ബട്ട് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി കൂടുതലൊന്നും. എനിക്കറിയേണ്ടത് ഞാൻ പറയാൻ പാടില്ലല്ലോ. അപ്പം എനിക്കിങ്ങനെ പെട്ടെന്ന് തോന്നി ആ ചെയർ ആരെയോ യൂസ് ചെയ്തുകൊണ്ടിരുന്നേ ആ അപ്പൂപ്പന അങ്ങനെയൊക്കെ ഫീൽ ചെയ്തു. സോ അതിന് ശേഷം അവിടെ ആദ്യം ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. പിന്നെ അതിനകത്ത് ഒരു ആ സോഫ കണ്ടതിന് ശേഷം മുകളിലോട്ട് നോക്കിയത് ആ സോഫയുടെ മുകളിലായിട്ടൊരു എന്താ ഒരു രൂപത്തിൻ്റെ ഒരു പാട് വീഡിയോയ്ക്ക് അത് ക്ലിയർ ആയിട്ട് അത് കിട്ടിയിട്ടുണ്ട്. ലൈക്ക് അത് ആ രൂപത്തിൻ്റെ ഒരു പാട് അവിടെ നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അവിടെ എന്തോ നിൽക്കുന്ന പോലെ ഒരാളെ ശരീരത്തിൻ്റെ ഒരു ഭാഗം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ജനലുണ്ട്. അറിയത്തില്ല, ഇത് പറയുമ്പോൾ എനിക്ക് ഒരുമാതിരി പറഞ്ഞു. ഐ ഡോണ്ട് നോ, ഞാൻ നിർത്തണോ അറിയത്തില്ല. എന്തായാലും ഞാൻ പറയാം, പെട്ടെന്ന് ഞാൻ പറഞ്ഞേർക്കാം. ഓക്കെ. അപ്പം ആ ജനലിനകത്തൂടെ നോക്കിയപ്പോൾ ഞാൻ ഫസ്റ്റ് ആദ്യം വിചാരിച്ചത് എന്തോ ബ്ലഡ് ആണെന്നാ. എനിക്ക് തോന്നുന്നു ചെതലാണോ. ഞാൻ വിചാരിച്ച ബ്ലഡ് എന്തോ ഇങ്ങനെ ഒഴുകുന്നത്. പക്ഷെ വീട് ഫുള്ള് ചെതല. വീട് മാത്രമല്ല ചുറ്റും ഫുള്ള് ചെതല. ഒന്നാമത്തെ ഇങ്ങനത്തെ നെഗറ്റീവ് അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീടിനകത്തും പുറത്തും ഭയങ്കര ചെതലായിരിക്കും എന്ന് പറയാം. ഒരു പാറ്റേണൊക്കെ ഉണ്ട്. വീടിനകത്ത് ഒരു ചെതൽ വന്നു കഴിഞ്ഞാൽ ഒരു പാറ്റേണിലൊക്കെ വരും. പിന്നെ പുറത്തായാലും ഞാൻ ആദ്യം ചവിട്ടിക്കൊണ്ട് ചെതലിനെ പറ്റാ പുറ്റുപുറ്റായിട്ടിരിക്കില്ല ആ സംഭവത്തിൽ. എനിക്കങ്ങ് ഒരുമാതിരി പോയി. അവിടെ മൊത്തം ചെതല, ബാക്കിൽ അത്രയും ചെതല. എൻ്റെ വീഡിയോ എടുത്താന്ന് എനിക്ക് ഓർമ്മയില്ല. ബട്ട് അതിനകത്ത് ഫുള്ള് ചെതല, വീടിനകത്ത് ഫുള്ള് ചെതല. പിന്നെ അതിൻ്റെ ആ മതിലൊക്കെ എന്തൊക്കെയോ എഴുതി വച്ചേക്കുന്നത് എനിക്കറിയത്തില്ല. ലൈക്ക് അത് വെളിയിൽ നിന്ന് കാണുമ്പോൾ അടിപൊളി വീടാണ്. ബട്ട് സംതിങ് കണക്റ്റ് ആവുന്നില്ല ഒന്നും അങ്ങോട്ട്. പിന്നെന്താ പറയാ, ലൈക്ക് ഇപ്പം നമ്മൾ ഞാൻ ലാസ്റ്റ് ഒരു സ്റ്റോറി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇവിടെ കണ്ടത് ഒരു 2 പേരാണ്. എനിക്കൊരു ഡൗട്ട് ഉണ്ട്
ആ ആദ്യത്തെ ഒരാൾ പോയി, ബട്ട് രണ്ടാമത്തെ ഒരാൾ അവിടെ നിന്ന് വന്നതാണോ എന്നൊരു ഡൗട്ടുണ്ട്. കാരണം ഞാൻ അവിടെ ആ രൂപം കണ്ടു, അതിൻ്റെ മണ്ടയ്ക്ക് ഞാൻ വീഡിയോ ഒക്കെ കൊടുത്തേക്കാം. സോ എനിക്ക് ബോഡി എല്ലാം ഒരുമാതിരി വരുന്നുണ്ട്. ഇത് പറയുമ്പോഴൊക്കെ എനിക്ക് ഫീൽസ് ലൈക്ക് സംതിങ് നോട്ട് ഓക്കെ. അപ്പം ഞാൻ പെട്ടെന്ന് വീഡിയോ നിർത്താൻ നോക്കാം, കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ലായിരുന്നു. ബട്ട് കുറേ പേര് ചേച്ചി എവിടെ വീഡിയോയുടെ ഞാൻ ചോദിച്ചുകൊണ്ട് മാത്രമാണ് കേട്ടോ. അപ്പം കീപ് സപ്പോർട്ടിങ്. കഴിഞ്ഞ വീഡിയോയിലുള്ള ഒരു എനർജി നിങ്ങൾക്ക് കാണുന്നില്ലായിരിക്കും. കാരണം എനിക്കിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഒരു വെറൈറ്റി നല്ലൊരു മിക്സ്ഡ് എനർജി എനിക്ക് വരുന്നു. സംതിങ് നോട്ട് എനിക്കറിയത്തില്ലടാ. അപ്പം ഇപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ ഇതിനകത്ത് ഫൂട്ടേജസൊക്കെ ആഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതിനകത്ത് എല്ലാവരും കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. അപ്പം അത് മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഒരു കാര്യങ്ങളുണ്ട്. ഓക്കെ, അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയണം. അത് ഞാൻ പറയാൻ പോണ കാര്യത്തിന് മുമ്പേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ എന്തായാലും Q&A ഇട്ടേക്കാം. നിങ്ങൾ കമ്മ്യൂണിറ്റി കയറി നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ താഴെ ഇട്ടേക്കാം. ഞാൻ അതിന് ആൻസർ തരാം. പിന്നെ ഞാൻ മെമ്പർഷിപ്പിലായിരിക്കും ഇനി 2-3 വീഡിയോസ് ഞാൻ കുറച്ച് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടില്ലായിരുന്നു. അതിൻ്റെ ഒരു അതിൽ ഇനി ഞാൻ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ മറന്നേ. അപ്പം അതിൻ്റെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ഞാൻ മെമ്പർഷിപ്പിലായിരിക്കും ആഡ് ചെയ്യുക. മെമ്പർഷിപ്പ് എല്ലാവരും പറ്റുവാണെങ്കിൽ എടുക്കുക. എൻ്റെ അത്ര ഞാൻ റേറ്റ് കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ എന്തായാലും ഞാൻ എന്തൊക്കെയോ പിച്ചുമ്പയൊക്കെ പറയുന്നുണ്ട്, സോറി. കാരണം ഇപ്പം എനിക്ക് ഇവിടെ എന്തോ എനർജി എനിക്ക് വേറെന്തോ ഫീൽ ചെയ്യുന്നത്. അതാ അതിൻ്റെ ഒരു ടെൻഷനും അതിൻ്റെ ഒരു പേടി എൻ്റെ മോതിൽ കാണാൻ. ഡോണ്ട് വറി. പിന്നെ ഉള്ള കാര്യം എന്ന് പറയുമ്പം സബ് ചെയ്യാത്തവരെല്ലാവരും സബ് ചെയ്യുക. കുറേ പേരുണ്ട് സബ് ചെയ്യാതെയും ലൈക്ക് ചെയ്യാതെയും കാണുന്നത്. കാരണം ഞാൻ ലൈവൊക്കെ വരുന്നതാണ്. അപ്പം നിങ്ങൾക്ക് നമുക്ക് ഞാൻ എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അവിടെയും ചോദിക്കാം. പിന്നെ ഞാൻ എന്തെങ്കിലും കമ്മ്യൂണിറ്റിയിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് Q&A കുറിച്ചിട്ട്. അപ്പം Q&A ആയിട്ട് Q&Aയുടെ ക്വസ്റ്റ്യൻസ് വയ്ക്കുക. അപ്പം നിങ്ങൾ അതിനകത്ത് എല്ലാവരും പോയി ഓരോരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു പെട്ടെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതാണ്. പിന്നെ അടുത്ത വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബർ സ്റ്റോറി വരുന്നതാണ്. അല്ലാതെ ഈ ഒരു വീഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ല, അല്ലാതെ വേറൊരു വീഡിയോ കൂടെ ഉണ്ട്. അത് ഇത്തിരി വെറൈറ്റി. അതിനെക്കുറിച്ചുള്ള സ്റ്റോറി എനിക്ക് ഓൾറെഡി അറിയാം. അപ്പം ഞാൻ അതെന്തായാലും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം അതല്ലാതെ എന്നെ സ്പിരിച്വൽ വീഡിയോസ് അല്ലെങ്കിൽ ഈ മണി ബൗൾ ഉണ്ടാക്കുന്നതായിരിക്കും അറിയാമോ? എനിക്കതിനെപ്പറ്റി അറിയാമോന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിഞ്ഞുണ്ടെങ്കിലും അറിയാമെങ്കിലും ഞാൻ പറയാം. അതെന്തായാലും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതും അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതും വളരെ സിമ്പിളാണ്. സോ അതിനെക്കുറിച്ച് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിയണം, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എന്നെ സബ് ചെയ്തിട്ടേക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഞാനത് പറയാൻ വന്ന എന്ത് കാര്യമെന്ന് പറഞ്ഞാൽ, ദയവേത് എന്നെപ്പോലത്തെ മണ്ടത്തരം ആരും കാണിക്കരുത്. അടച്ചു പൂട്ടി കിടക്കുന്ന വീടുകളിലോ അടച്ചു പൂട്ടി കിടക്കുന്ന ബിൽഡിങ്ങിലൊന്നും ആരും പോവാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. കാരണം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എന്താ വരിക എന്നുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയെന്ന് വരത്തില്ല, ബട്ട് നമുക്ക് ഫിനാൻഷ്യലി ഹെൽത്ത് ബേസ് അങ്ങനത്തെ പല കാര്യങ്ങൾക്ക് നമുക്ക് നഷ്ടങ്ങളായിട്ട് വരാം. നഷ്ടം വരാം. പറഞ്ഞാൽ പെട്ടെന്നൊന്നും പിന്നെ ഒഴിപ്പിക്കലൊന്നും നടക്കത്തില്ല. 8ൻ്റെ അല്ല 16ൻ്റെ പണി കിട്ടും. സോ എല്ലാവരും കെയർഫുള്ളായിട്ടിരിക്കുക. ഗ്യാങ് ആയിട്ടിരിക്കുമ്പോഴും ഫ്രണ്ട്സായിട്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് തോന്നും മാസം അടിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ പ്ലേസിൽ പോകണമെന്നുള്ളത്. സോ അങ്ങനെയൊന്നും പോവാതിരിക്കുക മാക്സിമം. വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ട് ചെയ്യാനായിട്ട്. സോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയും കണ്ടൊക്കെ നടക്കുക. ഇക്കാലത്ത് കൂടോത്രം പലതും ചെയ്യുന്നൊരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. പരസ്പര ബന്ധമില്ലാതെ പറയാനായിട്ടൊന്നോ സ്റ്റിൽ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. കാരണം ഇനി ഞാൻ ഇരുന്ന് എൻ്റെ കിളി പോകുന്നുണ്ട്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പം ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ഞാൻ അത് കറക്റ്റ് ആക്കുന്നതാണ്. സോ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ, ബൈ ബൈ.